നമസ്കാരം. ഇന്നത്തെ വീഡിയോ തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ 1650 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട്ടിന് എത്ര രൂപ തറ കെട്ടാൻ വേണ്ടി ചിലവാകും എന്നാണ്. ഓക്കെ, അതിന് വ്യക്തമായ ഒരു ഉത്തരമാണ്. ഇത് 2024 ഓക്കെ, വർഷങ്ങൾക്ക് മുന്നേ അല്ല 2024 ഒരു റേറ്റാണ് ഇപ്പോൾ പറയുന്നത്. ഇതിന് രണ്ട് തരം ടൈപ്പ് കല്ലാണ് നമ്മൾ ഉപയോഗിച്ചത് കേട്ടോ. ഇത് തേർഡ് കല്ലും സെക്കൻഡ് കല്ലും. ഓക്കെ, ഫസ്റ്റ് കല്ലും ഉണ്ട്, പക്ഷേ ഫസ്റ്റ് കല്ല് കെട്ടാൻ ആരും തറ കെട്ടാൻ വേണ്ടിയിട്ട് ആരും എടുക്കാറില്ല. അതുകൊണ്ട് തേർഡ് കല്ലും സെക്കൻഡ് കല്ലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തേർഡ് കല്ല് ഉപയോഗിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് കല്ല് നല്ല മേപ്പാറ, നല്ല ഉറപ്പുള്ള കല്ലായിരിക്കണം. കാരണം ഏറ്റവും ഫൗണ്ടേഷൻ്റെ അടിയിൽ പോകേണ്ട കല്ലായതുകൊണ്ട് മേപ്പാറ തന്നെ ഉപയോഗിക്കണം. അല്ലാണ്ട് തേർഡ് കല്ല് പല ടൈപ്പുള്ളതുണ്ട്. അപ്പോൾ അത് നമ്മൾ തറ കെട്ടുമ്പോൾ അല്ലെങ്കിൽ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല മേപ്പാറ കല്ല് ഉപയോഗിച്ചിട്ട് തന്നെ ഫൗണ്ടേഷൻ ഇടുക. ഇത് ഭൂമിക്കടിയിൽ 3 കല്ലും അതിനൊക്കെ തറക്ക് 3 കല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ 6 ലെയർ കല്ലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കാരണം സെക്കൻഡ് കല്ലാണ് നമ്മൾ തറക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഫൗണ്ടേഷന് കീഴെ നമ്മുടെ ഫൗണ്ടേഷനിൽ നമ്മൾ ഒരു തേർഡ് കല്ലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1650 സ്ക്വയർ ഫീറ്റിലൊരു വീടാണ് കേട്ടോ. അത് 2 ബെഡ്റൂം, 2 അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു ഹോള്, ഒരു ഡൈനിങ് ഏരിയ, ഒരു കിച്ചൺ, ഒരു വലിയ ഒരു വരാന്ത, സിറ്റ് ഔട്ട്. അത് പ്ലാൻ ചെയ്തത് വീട്ടുകാർ തന്നെയാണ്. നമ്മളൊരു വീടിൻ്റെ പ്ലാൻ ചെയ്യുമ്പോൾ വീട്ടുകാർ ഒരു ഡമ്മി പ്ലാൻ തയ്യാറാക്കണം. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറൊക്കെ പോയിട്ട് 2 ബെഡ്റൂമുള്ളൊരു വീട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും കാണുന്ന ഒരു മോഡലായിരിക്കും. ചിലപ്പോൾ സൈസ് കുറവായിരിക്കും, സൈസ് കൂടുതലായിരിക്കും. അപ്പം അതിന് ഏറ്റവും ബെറ്റർ പറഞ്ഞാൽ നമ്മുടെ റൂമിൽ ഇത്ര സൈസ് വേണം, അല്ലെങ്കിൽ നമ്മളെ കിച്ചൺ ഇങ്ങനെ ആയിരിക്കണം, നമ്മുടെ വർക്ക് ഏരിയ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ വരാന്ത ഇങ്ങനെ ആയിരിക്കണം. അത് നമുക്കൊരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, വീട്ടുകാർ ഇരുന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ പ്ലാൻ ഒരു പേപ്പറിൽ വരച്ചിട്ട് ഇത്ര സ്ക്വയർ ഫീറ്റിൻ്റെ അകത്തുള്ളൊരു വീട് വേണമെന്ന് പറഞ്ഞ് നമ്മൾ എഞ്ചിനീയർ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിന് കറക്റ്റ് കണക്കുമായിട്ട് കറക്റ്റ് എഞ്ചിനീയർ വരച്ച് തരും. രണ്ടാമത് നമുക്ക് നമ്മുടെ റൂം കുറഞ്ഞു പോയി, കൂടിപ്പോയി, അല്ലെങ്കിൽ അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്നൊരു കംപ്ലയിൻറ്റ് വരണമെന്നില്ല. ഈ വീട്ടിൽ ആദ്യം നമ്മുടെ ഒരു ചെറിയ ഒരു കിച്ചണിലൊക്കെ ചെറിയൊരു സൈസ് കുറവായിരുന്നു. പിന്നീട് നമുക്ക് തറ കെട്ടുമ്പോൾ തന്നെ ഈ സൈസ് പോരാ എന്ന് പറഞ്ഞ് വീട്ടുകാർ പറഞ്ഞപ്പോൾ സൈസ് കൂട്ടിയിട്ട് ഈ തറ അങ്ങനെ സ്ക്വയർ ചെയ്തപ്പോഴാണ് നമുക്ക് ഏകദേശം 1650 സ്ക്വയർ ഫീറ്റ് ഈ വീട്ടിനകത്ത് വന്നത്. ഓക്കെ, ഇതിൻ്റെ വരാന്ത കണ്ടോ, ഏകദേശം ഈ അറ്റം മുതൽ ആ അറ്റം വരെയുണ്ട്. നമുക്കിനി മണ്ണ് നിറക്കേണ്ട ഒരു പ്രൊസീജിയർ മാത്രമേ ബാക്കിയുള്ളൂ. മണ്ണ് നിറക്കേണ്ട പ്രൊസീജിയർ മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. റൈറ്റ് സൈഡിൽ കാണുന്നത് ബെഡ്റൂമും ബാത്റൂമും, അതിൻ്റെ ബാക്ക് സൈഡിൽ വീണ്ടും ബെഡ്റൂമും, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഹോള്, ഡൈനിങ് ഏരിയ, കിച്ചൺ, അങ്ങനെയാണ് പറയുന്നത്. ഇത് പടിഞ്ഞാറോട്ടം നിൽക്കുന്ന ഒരു വീടാണ്. ഇതിൻ്റെ പാതകത്തിൻ്റെ മുകളിൽ ഏകദേശം നമുക്ക് 3 കല്ല് വന്നിട്ട് ഏകദേശം 60 സെൻറ്റിമീറ്റർ മുകളിൽ വരും. നമുക്ക് ബെൽറ്റ് ഇട്ടില്ല കേട്ടോ. ബെൽറ്റ് ഇവിടെ നല്ല ഉറപ്പുള്ളതായതുകൊണ്ട് നമ്മൾ പ്ലിന്ത് ബെൽറ്റ് അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ല ഉറപ്പുള്ള ഏരിയ ആണ്. ഏകദേശം പാറ സ്ഥലമാണ്. നമുക്ക് ഹിറ്റാച്ചിക്ക് ഏകദേശം 10 മണിക്കൂറുള്ള ഒരു ഫൗണ്ടേഷൻ എടുക്കാൻ വേണ്ടി വന്നു. കാരണം എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പുണ്ടാണ്. പക്ഷേ അവിടെ നമ്മൾ ബാക്ക് സൈഡിൽ നമുക്ക് ഏകദേശം 3 ലെയർ ഇടേണ്ട ആവശ്യം വന്നില്ല. ഏകദേശം 1-2 ലെയറിലത്തിന് തീർന്നു. കാരണം നല്ല ഉറപ്പുള്ളതായതുകൊണ്ട്. നമ്മൾ ചോദിച്ച കുറ്റി ഉണ്ടോ, ഈ കുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് പാറ സ്ഥലത്ത് നമുക്ക് അടിച്ചിട്ട് ഏൽപ്പിക്കാൻ പറ്റിയ കുറ്റിയാണ്. പഴയ ജനൽക്കമ്പി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കുറ്റി തയ്യാറാക്കിയത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ മാത്രമല്ല നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ ആ കുറ്റി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഏകദേശം ഇതിൻ്റെ 1650 സ്ക്വയർ ഫീറ്റിന് ഏകദേശം 4000 കല്ലോളം ഇതിൽ വന്നിട്ടുണ്ട്. സെക്കൻഡും അതിനൊക്കെ തേർഡ് കല്ല് ഉപയോഗിച്ചിട്ട് ഏകദേശം 4000 കല്ലോളം വന്നിട്ടുണ്ട്. പക്ഷേ 60,000 രൂപയോളം കെട്ടുകാർക്ക് കൂലി കൊടുത്തു. ശേഷം ഒരു കല്ലിന് 14 രൂപ തോതിലാണ് നമ്മൾ കൊടുത്തത്. ചില ആൾക്കാർ 15-ന് എടുക്കുന്ന ആൾക്കാരുണ്ട്, 13-ന് 10-ന് എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറക്കിയിട്ടിട്ട് അങ്ങ് പോകുമ്പോൾ തറക്കൊരു ഉറപ്പോ കാര്യങ്ങളോ ഒരു പെർഫെക്ഷനോ ഉണ്ടാവില്ല. ഓക്കെ, നമ്മളിത് ഊടും പാവുന്ന രീതിയിലാണ് കെട്ടിയത്. ഒന്ന് ക്രോസ് വെച്ച് പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ അതുപോലൊക്കെ വിലങ്ങനെയായിട്ട് ഓരോ കല്ല് വെച്ചിട്ട് അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഈ തറ നല്ല പെർഫെക്റ്റ് രീതിയിൽ. അതിനൊക്കെ ടോപ്പ് മൊത്തം വാട്ടർ ലെവലാണ്. നമ്മളിങ്ങനെ റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വാട്ടർ ലെവൽ കിട്ടില്ല. ഫ്ലോറിന് ഒരുപാട് സിമൻറ്റ് പോകും. അതിനൊക്കെ നമ്മൾ കെട്ടിയിട്ട് ഒരു സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഡൽ വാർക്കുമ്പോൾ ഒരു സൈഡിലേക്ക് താണ് പോയിട്ട് നമ്മുടെ ജനലിൽ കട്ടിലൊക്കെ ഒരു സൈഡിലേക്ക് 1-2 ഇഞ്ച് താണ് പോകും. അത് വൃത്തികേടായിട്ട് പിന്നീട് അത് വാർക്കുമ്പോഴും തേക്കുമ്പോഴും അതിനൊക്കെ മെയിൻ വാർപ്പ് സ്ലാബൊക്കെ വരുമ്പോഴും അത് പണിക്കാർക്കായാലും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം തറ നന്നായി കഴിഞ്ഞാൽ, തറ വാട്ടർ ലെവലായി കഴിഞ്ഞാൽ മുകളിലോട്ടം കറക്റ്റ് വാട്ടർ ലെവലായിരിക്കും. നമുക്ക് ഇനി ഇതിൽ മണ്ണിടേണ്ട ഒരു പ്രൊസീജിയറേ ഉള്ളൂ. ഓക്കെ, മണ്ണ് ഏകദേശം ഒരു 25-30 ലോഡ് മണ്ണ് ഇനി ആവശ്യം വരും. ഏകദേശം 1500 രൂപയാണ് ഒരു ലോഡിന് ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ മണ്ണായിട്ട് ഉപയോഗിക്കാം, ചരൽ മണ്ണായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് കോറി വേസ്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ ഈ തറ കെട്ടുന്നതിനെക്കാളും ക്ലീൻ ആക്കിയാണ്ട് ഒരുപാട് മണ്ണ് ഇവിടെ ഈ സൈറ്റിൽ തന്നെ ഉണ്ട്. അവിടെ നമുക്ക് ആ മണ്ണ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ 1500-30 ലോഡ് പറയുമ്പം വലിയൊരു പൈസ നമുക്ക് നഷ്ടമാകും. ഓക്കെ, നമ്മളിപ്പം ഒരു ഫ്ലോർ എടുക്കുകയാണെങ്കിൽ ആ ഫ്ലോറ് നമ്മൾ ലെവൽ ഫസ്റ്റ് ചെയ്യില്ല. ആ ലെവൽ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് മണ്ണൊക്കെ ഒരു സൈഡ് കാട്ടുകയാണെങ്കിൽ നമുക്ക്
ആ തറക്കിടുന്ന മണ്ണിൻ്റെ പൈസ കുറച്ചും കൂടെ ലാഭിക്കാം. അതിനൊക്കെ നമ്മൾ തറ കെട്ടിയ ശേഷം ഫുൾ പോയിൻ്റ് ചെയ്യണം, 4 സൈഡും പോയിൻ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ തറ മണ്ണിട്ടതിന് ശേഷം കലക്കുമ്പോൾ എല്ലാ കലക്കുന്ന വെള്ളം നമ്മൾ ഈ ഗ്യാപ്പിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അത് ബുദ്ധിമുട്ടാകും പിന്നീട്. അപ്പോൾ നമ്മൾ കരാറ് കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ഇതെല്ലാം നോക്കിയിട്ട് പറയണം. കാരണം ചില ആൾക്കാർ തറ മാത്രം കെട്ടിയിട്ട് പുറത്തടക്കാതെ പോകുന്ന ഒരുപാട് സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് അപ്പോൾ കറക്റ്റ് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ തറ ഉണ്ട് നല്ല സ്ക്വയറാണ് കേട്ടോ. സ്ക്വയർ തന്നെ 4 സൈഡും വാട്ടുള്ളവരാണ്, പെർഫെക്റ്റാണ്. ഓക്കെ, നമുക്കിനി മണ്ണ് നിറക്കേണ്ട ഒരു പണിയും കൂടിയേ മാത്രമേ ഉള്ളൂ. ഏകദേശം ഇതിന് വന്നത് 2 ലക്ഷം ഉറുപ്പ്യയാണ് ഏകദേശം വന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ 18 രൂപയാണ് തേർഡ് കല്ലിന്, സെക്കൻഡ് കല്ലിന് 28ആണ്. ചില ഏരിയകളിൽ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അത് കണ്ണൂർ കാസർഗോഡിലൊക്കെ വിട്ട് കഴിഞ്ഞ് വടകര, കോഴിക്കോട്, അങ്ങനെ കൊച്ചി, അങ്ങനെ ട്രിവാൻഡ്രം അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇതുപോലെ ചങ്കല് പോകുന്നുണ്ട്. പക്ഷേ റേറ്റ് വ്യത്യാസം വരും അങ്ങോട്ട് എത്തുമ്പോൾ. ഇവിടുത്തെ റേറ്റാണ് പറഞ്ഞത് കേട്ടോ. ചില സമയം ഇതിനെക്കാട്ട് റേറ്റ് 1-2 രൂപ കുറയുന്ന സ്ഥലങ്ങളും ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ നമ്മൾ ചെയ്ത റേറ്റാണ് ഏകദേശം പറഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനൊക്കെ ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണും. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.